ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ +2 ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു ഇന്ന്. അപ്പം അതിൻ്റെ നമുക്കൊരു റിവ്യൂ ചെയ്യാം ഗൈസ്. അപ്പം എക്സാം എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി. എനിക്ക് ബേസിക്കലി തോന്നിയത് എന്താണെന്നറിയോ, നമ്മൾ ഇതുവരെ എഴുതിയ എക്സാമിൽ കുറച്ച് ബെറ്റർ ആയിരുന്നു. ലാംഗ്വേജിൽ കയറി ഫുൾ പിടിക്കാമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നടന്നില്ല ഗൈസ്. കാരണം ഈ റിപ്പോർട്ടഡ് സ്പീച്ച് ഗ്രാമറിലൂടെ ഞാനിങ്ങനെ വലിയ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എക്സാമിന് ആക്ച്വലി. അപ്പോൾ അതിൻ്റേതായ ചില ബുദ്ധിമുട്ട് ഗ്രാമറിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഈ 1 മാർക്ക് സെക്ഷൻ ഒന്നും കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നമുക്ക് എഴുതാൻ പറ്റുമല്ലോ ഓൾറെഡി. പിന്നെ 2 മാർക്സും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ഫ്രേസൽ വെർബ്സും എഡിറ്റിങ്ങും ഒക്കെ ഗ്രാമറായിരുന്നു ഗൈസ് പോയത്. പിന്നെ നമ്മൾ കുറച്ച് പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മെൻറ്റിംഗ് വാളിൻ്റെ ഒക്കെ അത് ഓൾറെഡി നമ്മൾ കുറച്ച് പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്തായാലും അങ്ങനത്തെ അല്ല ഗുഡ് ഫ്രണ്ട്സസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ടൈറ്റിൽ എന്തായിരിക്കും ജസ്റ്റിഫൈ ചെയ്യാനായിരിക്കും എന്നൊരു ഞാൻ ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു പോയത്. അതൊന്നും കുഴപ്പമില്ലായിരുന്നു ആക്ച്വലി. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അവർ ഓഫ് ട്രൂത്തിൻ്റെ റിവ്യൂ എഴുതാൻ. ഇതിൻ്റെ പോയിന്റ് ഞാൻ ആ ചാപ്റ്റർ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി. എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് ആകെ പഠിച്ചിട്ടുണ്ടായിരുന്നത് റോബർട്ട് ബാൽവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് മാത്രമായിരുന്നു. പുസ്തകം വായിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്നായിരിക്കും നല്ലതായിട്ട് എഴുതാനൊക്കെ പറ്റിയിട്ടുണ്ട്. പുസ്തകം വായിക്കാത്ത എന്നെപ്പോലുള്ള കുട്ടികൾക്കൊക്കെ അത് കുറച്ച് പാടായിരിക്കും. പുസ്തകം മാത്രം വായിക്കത്തില്ല കേട്ടോ. പിന്നെന്താണ്, സ്റ്റേമറിലേക്ക് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. എന്നാൽ നമ്മൾ പഠിച്ചാൽ നല്ലപോലെ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ആയിരുന്നു. ഒരിക്കലും എന്നൊക്കെ വന്ന് നമ്മൾ ആ ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ എഴുതാൻ പറ്റും. ഞാൻ വായിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഒപ്പിച്ചൊക്കെ എഴുതി വെക്കുകയായിരുന്നു ബേസ്. എഡിറ്റിങ് കണ്ടപ്പം എൻ്റെ കിളി പോയി. എനിക്കൊരു 10th വരെ നമുക്ക് ഗ്രാമറൊക്കെ അത്യാവശ്യം അടിപൊളിയായിരിക്കും, സെറ്റായിട്ടൊക്കെ പോകും. നമുക്ക് ഗ്രാമർ കാണുമ്പോൾ മനസ്സിലായി എവിടെ ആയിരിക്കും അതിൻ്റെ മിസ്റ്റേക്സ്. പക്ഷേ ഗൈസ്, നമ്മൾ ഈ +1 കയറിയ കാണാം ആ ഗ്രാമറിലേക്ക് കറക്റ്റായിട്ട് എന്താ നമുക്ക് 10th നമുക്ക് ഒന്നെങ്കിൽ ആ ഒരു എഡിറ്റ് ചെയ്യേണ്ട വേർഡ് എന്തായിരിക്കും ബ്ലാക്ക് തരും, അല്ലെങ്കിൽ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നമുക്കിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഗൈസ്. ഇപ്പോൾ കണ്ടുപിടിക്കാൻ തന്നെ പാടായിരുന്നു. ബാക്കിയെല്ലാം അത്യാവശ്യം നമുക്ക് എന്താണ് എഴുതാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു എന്തായിരുന്നു ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. നൊമീതയുടെ ക്യാരക്ടർ സ്കെച്ചൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നൊമീത അല്ലെങ്കിൽ റോബർട്ട് ബാൽവിൻ ആയിരിക്കും മെയിൻലി ചോദിക്കാൻ. കാരണം നമ്മൾ ബാക്കിയെല്ലാം കുറച്ച് ജനറൽ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ലേ, സ്റ്റോറി ആയിട്ട് വേറെ എനിക്ക് തോന്നുന്നു മാച്ച് ബുക്സും ഈ അവർ ഓഫ് ട്രൂത്ത് ഒക്കെ അല്ലായിരുന്നു, അതൊക്കെയായിരുന്നു. പിന്നെ ബാക്കി അത്യാവശ്യം കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റി. പക്ഷേ മറ്റേ ക്രിസ്മസിൻ്റെ ഒരു ചാപ്റ്റർ ഇല്ലായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നു ഗീസ്. അത് ഞാൻ പഠിച്ചില്ലായിരുന്നു. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് വരെയായിരുന്നു കറക്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ ചാപ്റ്റർ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് തന്നെ ഒരു ലെറ്റർ വന്നു, അത് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി 5 എഴുതിയത്. ആദ്യം കണ്ടപ്പോൾ കുറച്ച് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എഴുതി വന്നപ്പം പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു. നമുക്ക് ആ ചാപ്റ്ററിനെ കുറിച്ച് ഏതാണ്ടൊക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കത് നല്ലതായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 8 മാർക്സ് ആയിരുന്നാലും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. കാരണം ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസിൻ്റെ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 8 മാർക്സ് സെഷനിൽ കൂടുതലും അതാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് പ്രെഡിക്റ്റ് ചെയ്തായിരുന്നു. ഒരു എസ്സേയോ ആർട്ടിക്കിളോ സ്പീച്ചോ എന്തെങ്കിലും ആയിരിക്കും എന്നറിയായിരുന്നു. പിന്നെ ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമ്, ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റിയ ഡിസ്കോഴ്സസ് കൂടെ ആയിരുന്നു. ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമ് അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എഴുതാൻ പറ്റി. ആദ്യത്തെ ഇതിൽ തന്നെ എനിക്ക് ടൈം മാനേജ്മെൻറ്റ് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ എഴുതി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ആദ്യം 8 മാർക്സിൻ്റെ 2 ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ അതായിരുന്നു ചെയ്തത്, കാരണം ടൈം മാനേജ് ചെയ്യാനായിട്ട്. എന്നിട്ടാണ് ലാസ്റ്റ് വന്നപ്പോൾ ടൈം ഉള്ളത് കൊണ്ടായിരുന്നു എക്സ്ട്രാ കുറച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നമ്മുടെ ഈ പോയമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള എനിഗമണ്ണെ ഈ മദർ ഓഫ് മൈനുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ടായിരുന്നു. അതെനിക്ക് കുറച്ച് ഐഡിയ ഇല്ല ഗൈസ്. ഞാൻ എന്നാലും ഞാൻ അത് എഴുതി ഒരു 1.5 പേജൊക്കെ എഴുതി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കറക്റ്റ് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും എനിഗമണ്ണൊക്കെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ സിമ്പിളായിട്ട് മീനിങ്സ് ഒക്കെ നല്ലതായിട്ട് കിട്ടുന്ന ഒരു പോം ആണ് എനിഗമൺ. അപ്പം നമുക്ക് കുറച്ചൊക്കെ എഴുതാൻ പറ്റും. ഓവറോൾ നോക്കുമ്പം അത്യാവശ്യം സ്റ്റാൻഡേർഡും ആയിരുന്നു. എന്നാൽ നമുക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ എഴുതാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ കൂടെ ആയിരുന്നു കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഞാൻ റൈസിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഉണ്ടല്ലോ, ആദ്യം എനിക്കൊന്ന് കറങ്ങി. പിന്നെ എനിക്ക് തോന്നി ചെറുതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് എഴുതി. എനിക്ക് ഏറ്റവും കൂടുതൽ പാടായിട്ട് തോന്നിയ ഗ്രാമറായിരുന്നു. ഗ്രാമറിൽ ഞാൻ വലിയ മൈൻഡ് കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം നോർമലി എനിക്കത് കുറച്ച് ടഫായിട്ട് തോന്നി. റിപ്പോർട്ടഡ് സ്പീച്ച് പിന്നെയും
കുഴപ്പമില്ലായിരുന്നു. ഈ ഫ്രേസൽ വേർബ്സും എഡിറ്റിങ്ങും വന്നപ്പോഴായിരുന്നു കുറച്ച് പ്രശ്നമായത്. ബാക്കിയൊക്കെ അത്യാവശ്യം എന്താണ് നല്ലതായിട്ട് എഴുതാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്നുകൂടെ വൃത്തിയായിട്ട് ടെക്സ്റ്റ് ഒക്കെ വായിച്ചു വരാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫുള്ള് മേടിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു കേട്ടോ. ഇതുവരെ നമ്മൾ എഴുതിയത് എന്താണ് ഫിസിക്സ് ബയോളജി ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ എന്താണ് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ആയിരുന്നു. മാത്സ് ഒക്കെ വെച്ച് നോക്കുമ്പം ലാംഗ്വേജ് തന്നെയായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത നാളെ ഹിന്ദിയാണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വലിയ ഐഡിയ ഒന്നും ഇല്ല കാര്യമായിട്ട്. എന്തായാലും ഈ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മൾ എഴുതിയത് വെച്ച് സിമ്പിളായിട്ടുള്ള ഒരു എന്താണ് എക്സാം ആയിരുന്നു. നല്ലതായിട്ട് പഠിച്ചവർക്ക് അടിപൊളിയായിട്ട് മാർക്കൊക്കെ മേടിക്കാൻ പറ്റും. അപ്പം ഇത്രയുള്ളൂ ഗൈസ് എൻ്റെ ഇംഗ്ലീഷ് എക്സാമിൻ്റെ റിവ്യൂ. ബൈ.